ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എന്റെ പേര് സുമേഷ്. ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് LD ടൈപ്പിസ്റ്റ് എക്സാം എഴുതാൻ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 10 മാർക്കിന് ജനറൽ നോളജ് ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ മൊത്തത്തിലുള്ള ഘടനയിൽ വലിയ ഒരു മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ചോദ്യങ്ങൾ തന്ന് നമ്മളെ കുറച്ച് കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലായിരിക്കാം ചോദ്യം എങ്കിൽ ഏത് തരത്തിൽ ആൻസർ എഴുതാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. മുൻവർഷങ്ങളിൽ PSC പരീക്ഷകളിൽ LD ടൈപ്പിസ്റ്റ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. മാറിയ ചോദ്യ പാറ്റേണിൽ ഉൾപ്പെട്ട ചോദ്യങ്ങൾ ആയതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന രീതിയിൽ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസിന്റെ ആദ്യം മുതൽ അവസാനം വരെ പറയുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ത്രൂ ഔട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ക്ലാസ് കേട്ടിരിക്കുക. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹിമാലയൻ പാസസ് ആർ ലൊക്കേറ്റഡ് ഇൻ സ്റ്റേറ്റ് ഓഫ് സിക്കിം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹിമാലയൻ പാസസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് സിക്കിം? സിക്കിം എന്ന സ്റ്റേറ്റ്സിൽ സ്ഥിതി ചെയ്യുന്ന പാസസ്, ചുരങ്ങൾ ഏതൊക്കെ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദിച്ചിരിക്കുന്ന എല്ലാ പാസസും ചുരങ്ങളും നിരന്തരം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അതിൽ ഫസ്റ്റ് നാഥുല പാസ്, സെക്കൻഡ് ബോംഡില പാസ്, തേർഡ് ജലപ്ല പാസ്, ഫോർത്ത് വൺ ലിപ്പു ലേക്ക് പാസ്. PSCക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാസ്സാണ് ലിപ്പു ലേക്ക് പാസ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സിക്കിം എന്ന സംസ്ഥാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്ത് കൂടി കടന്നു പോകുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഭാഗമായ പാസ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഉത്തരം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഓപ്ഷൻ A 1 and 4, ഓപ്ഷൻ B 1, 2, 4, ഓപ്ഷൻ C 1 and 3, ഓപ്ഷൻ D 1, 3, 4. ഈ രീതിയിലാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ചുരങ്ങൾ എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലിപ്പു ലേക്ക് പാസ് നിരന്തരം PSC ചോദിക്കുന്നതായതുകൊണ്ട് തന്നെ മിക്ക എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ പാസ് എവിടെയാണെന്നുള്ളത് അറിയാം. ലിപ്പു ലേക്ക് പാസ് കണക്ട് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും കണക്ട് ചെയ്യുന്ന പാസ് ആണ് ഏത്? ലിപ്പു ലേക്ക് പാസ്. അതുകൊണ്ട് നമുക്ക് എന്തൊഴിവാക്കാം? ലിപ്പു ലേക്ക് പാസ് സിക്കിമിന്റെ ഭാഗമല്ല എന്ന രീതിയിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ വരുന്ന എല്ലാ ഓപ്ഷനുകളിലും ആ ഒരു പാസ് ഇൻക്ലൂഡഡ് ആണ്. 4 എന്ന് നമ്പറുള്ള ഈ ഒരു പാസ് ഇവിടെ എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് ഏറെക്കുറെ ഉത്തരത്തിലേക്ക് വേഗത്തിൽ എത്തി എന്ന് തന്നെ പറയാം. നോക്കിയേ, 1 and 3 എന്ന ഓപ്ഷൻ ആണ് നമുക്കിവിടെ ശരിയായ ഓപ്ഷൻ ആയിട്ട് പറയാൻ സാധിക്കുക. ഏതൊക്കെയാണ്? നാഥുല പാസും അതുപോലെ തന്നെ ജലപ്ല പാസും സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന ചുരങ്ങളാണ്. എന്നാൽ ബോംഡില പാസ് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസും ആയതുകൊണ്ട് നമുക്ക് 4ഉം 2ഉം പാസുകൾ എന്തിന്റെ ഭാഗമല്ല? സിക്കിമിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് 1ഉം 3ഉം ശരിയാണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നെക്സ്റ്റ്, ഫോളോയിങ് ഈസ് ദ ലിസ്റ്റ് ഓഫ് റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ഇന്ത്യ ആൻഡ് ഫ്ലോസ് ടു പാകിസ്ഥാൻ. ഫൈൻഡ് ഔട്ട് ദ റോങ് ആൻസർ. ഇതിനകത്ത് നിന്ന് തെറ്റായ റോങ് ഗ്രൂപ്പ് കണ്ടെത്തുക എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പം ഫോളോയിങ് ഈസ് ദ ലിസ്റ്റ് ഓഫ് റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ദി ഇന്ത്യ ആൻഡ് ഫ്ലോ ടു പാകിസ്ഥാൻ. അതായത് ആ റിവർ ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുകയും വേണം, പാകിസ്ഥാനിലേക്ക് ഒഴുകുകയും വേണം. അങ്ങനെയുള്ള റിവറുകളുടെ ശരിയായ ഗ്രൂപ്പ് അല്ലാത്തത് കണ്ടെത്തുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. റോങ് ഗ്രൂപ്പിനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 1, 2, 3, 4 എന്നിങ്ങനെ 4 പെയർ ഓഫ് റിവേഴ്സിനെയാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്ത് കണ്ടെത്തണം? ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജോഡികൾ തെറ്റായവ കണ്ടെത്തുക. നമുക്കറിയാം ബ്രഹ്മപുത്ര എന്ന റിവർ രണ്ടിടത്തും വന്നിട്ടുണ്ട്. ഈ ബ്രഹ്മപുത്ര റിവർ
എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന റിവർ അല്ല, ഇന്ത്യയുടെ കിഴക്കോട്ടൊഴുകുന്ന ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് ബ്രഹ്മപുത്ര റിവർ. ടിബറ്റിലെ സെമയോങ്ദുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്ന റിവർ ആണ് ബ്രഹ്മപുത്ര. ആയതിനാൽ നമുക്ക് റോങ് പെയറുകൾ 3ഉം 4ഉമാണ് എന്ന് പറയാം. 3ഉം 4ഉം റോങ് പെയറുകളാണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയെങ്കിൽ റോങ് ആയിട്ട് വരുന്ന പെയറുകൾ 3ഉം 4ഉം ഏകദേശം 2 എണ്ണം വീതം ഉള്ളതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ 3ഉം 4ഉം ശരിയാണെന്ന് പറയാം. എങ്കിൽ അതായത് ഇവിടെ റോങ് ആൻസറുകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഇനി അല്ലാതെ ഇന്ത്യയിൽ ഒഴുകി പാകിസ്ഥാനിലേക്ക് പോകുന്ന ചലം, ചിനാബ്, രവി, ബിയാസ്, ചലം, ചിനാബ്, രവി, സത്ലജ്, ഇതെല്ലാം സിന്ധുവിന്റെ, ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ്, പോഷക നദികളാണ്. ഇവരെങ്ങോട്ട് ഒഴുകുന്നവയാണ്? പടിഞ്ഞാറോട്ട് ഒഴുകി ഈ സിന്ധുവുമായി ചേർന്ന് പാകിസ്ഥാനിലൂടെ എന്ത് ചെയ്യുന്നു? അറബിക്കടലിൽ പോയി പതിക്കുന്ന നദികൾ ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പം ഫോളോയിങ് ഇസ് എ ലിസ്റ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഫ്ലോ ടു ദി പാകിസ്ഥാൻ. റോങ് ആയിട്ടുള്ള പേരുകൾ 3ഉം 4ഉം. 3ഉം 4ഉം ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. താണ്ട ഒരു പ്രസ്താവനയും അതിന്റെ കാരണവും തന്നിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ ഓപ്ഷൻസും തന്നിരിക്കുന്നു. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടെത്തേണ്ടത്? ആൻസറിലേക്ക് എത്തേണ്ടത്. നോക്കിക്കോ, പ്രസ്താവന അസർഷൻ എന്താണ് നോക്കിയേ. ദ റിവർ ഫ്ലോയിങ് ത്രൂ ദ ബാബർ റീജിയൻ ആർ നോട്ട് വിസിബിൾ. ബാബർ റീജിയനിലോട്ട് ഒഴുകുന്ന റിവർ വിസിബിൾ ആവുന്നില്ല എന്നാ പറയുന്നത്. ദിസ് സോൺ ഓഫ് ദ പ്ലെയിൻസ് ആർ ഫോംഡ് ബൈ ദ ഡിപ്പോസിഷൻ ഓഫ് റോക്സ് ആൻഡ് ബോൾഡേഴ്സ് ബ്രോട്ട് ബൈ ദ റിവേഴ്സ് ഫ്ലോയിങ് ഫ്രം ദി മൗണ്ടെയിൻസ്. അതായത് മൗണ്ടെയിൻസിൽ നിന്ന് ഒഴുകി വരുന്ന റിവറുകൾ ഉരുളൻ കല്ലുകളുടെയും പാറക്കെട്ടുകളുടെയും ഇടയിലൂടെ ഒഴുകുന്നത് കൊണ്ടാണ് അവിടെ റിവറിനെ നമുക്ക് കാണാൻ പറ്റാത്തത് എന്നാണ് പറയുന്നത്. അത് ആദ്യം പറഞ്ഞു, ബാബർ റീജിയനിലൂടെ ഒഴുകുന്ന റിവർ എന്തല്ല? വിസിബിൾ അല്ല. രണ്ടാമത് പറയുന്നു, ആ പ്രദേശം ഉരുളൻ കല്ലും മറ്റ് ശിലകളും നിറഞ്ഞത് കൊണ്ട് അതിനടിയിലൂടെ ഒഴുകുന്നതുകൊണ്ട് അവരെ വിസിബിൾ അല്ലാത്തതിന് കാരണമായി അതിനെയാണ് പറയുന്നത്. നോക്കിയോ, ചൂസ് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ, ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതായത് ആറും എയും അസസനും റീസണും കറക്റ്റ് ആണ്. ആറിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എ എന്നാണ് പറയുന്നത്. നോക്കിക്കോ, നെക്സ്റ്റ്, ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നോട്ട് കറക്റ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് റോങ്. എ ഈസ് റോങ് ബട്ട് ആർ ഈസ് കറക്റ്റ്. ഇവിടെ നോക്കിയേ, നമുക്ക് നോക്കാം. റിവർ ഫ്ലോയിങ് ത്രൂ ദ ബാബർ റീജിയൻ ഈസ് നോട്ട് വിസിബിൾ. ബാബർ മേഖലയിലൂടെ ഒഴുകുന്ന, കാരണം ഉരുളൻ കല്ലുകളൊക്കെ കൊണ്ടുവന്ന് നിറഞ്ഞു കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് നദി ഒഴുകുന്ന പ്രദേശത്ത് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല? നദിയെ വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല, കാരണം അതിനടിയിലൂടെ ഒഴുകുന്നു. രണ്ടാമത്തെ, സോൺസ് പ്ലെയിൻസ് ആർ ഫോംഡ് ദ ഡിപ്പോസിഷൻ ഓഫ് റോക്സ് ആൻഡ് ബോൾഡേഴ്സ് ബോത്ത് ബൈ ദ റിവേഴ്സ് ഫ്ലോയിങ് ഫ്രം ദി മൗണ്ടെയിൻ. അതായത് കല്ലുകൾ നിറഞ്ഞ പ്രദേശമായതുകൊണ്ടാണ് നദിയെ നമുക്ക് കാണാൻ സാധിക്കാത്തത്. അപ്പൊ നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്. എയും ആറും കറക്റ്റ് ആണ്. ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ്. ആർ എന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ശരിയാണ്, ഓപ്ഷൻ എ ആണ് ശരിയായി നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഉത്തരം. അപ്പൊ ഇതിന് നിങ്ങൾക്ക് മനസ്സിലായി ചോദ്യത്തിന്റെ രൂപത്തിൽ വന്ന മാറ്റം എന്താണെന്ന്. ഇത് സാധാരണ നമ്മുടെ പരീക്ഷകൾക്ക്, PSC പരീക്ഷകൾക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ടൈപ്പിസ്റ്റ് പോലുള്ള പരീക്ഷകൾക്ക് അപൂർവമായി മാത്രമേ ഇത്തരം ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പം ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ആൻസറിലേക്ക് എത്താൻ. നെക്സ്റ്റ്, വിച്ച് among the following is not related to കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്? കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റുമായിട്ട് നോട്ട് റിലേറ്റഡ്, ബന്ധമില്ലാത്തത്. നോക്കിക്കോ, ഹയർ പെർ ക്യാപിറ്റ ഇൻകം, ഉയർന്ന പ്രതിശീർഷ വരുമാനം. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, ഫസ്റ്റ് ഇതാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. ഹൈ പെർ ക്യാപിറ്റ ഇൻകം, ഹൈ ലൈഫ് എക്സ്പെക്ടൻസി, ഹൈ ലിറ്ററസി റേറ്റ്. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമ്മൾ വായിച്ച ഈ പോയിന്റുകളെല്ലാം ഏകദേശം ഒരുപോലെ തോന്നിക്കുന്നു എങ്കിലും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, അതായത് വ്യവസായ വികസനം എന്ന് പറയുന്നത് കേരള മോഡലിന്റെ ഒരു ഭാഗമല്ലാത്തതാണ്. ഹൈ പെർ ക്യാപിറ്റ ഇൻകം, ഉയർന്ന പ്രതിശീർഷ വരുമാനം, കേരള മോഡൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. ഹൈ ലൈഫ് എക്സ്പെക്ടൻസി, ഉയർന്ന ആയുർദൈർഘ്യം ബന്ധപ്പെട്ടതാണ്. ഹൈ ലിറ്ററസി റേറ്റ്, ഉയർന്ന സാക്ഷരതയും ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവ മൂന്നും ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബന്ധപ്പെട്ടതല്ലാത്തത് കൊണ്ട് നമ്മളോട് ചോദിച്ചത് നോട്ട് റിലേറ്റഡ്. അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഒരു ഭാഗം നോക്കാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ അബൌട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST കൗൺസിൽ. അതായത് GST കൗൺസിൽ എന്ന് അറിയപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുമായി ബന്ധപ്പെട്ടത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈ സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ അബൌട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST കൗൺസിൽ. ഫസ്റ്റ് നോക്കിയേ, നമുക്കറിയാം GST കൗൺസിൽ എന്ന് പറയുന്നതിന്റെ ചെയർമാൻ ഒരിക്കലും ആരായിരിക്കില്ല? പ്രൈം മിനിസ്റ്റർ ആയിരിക്കില്ല. ശ്രദ്ധിച്ച് കേൾക്കണം, പ്രൈം മിനിസ്റ്റർ ആകില്ല. നമ്മൾ ജനറലി പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ രണ്ടിടത്ത് നോക്കിയേ, ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് ദ ചെയർമാൻ ഓഫ് GST കൗൺസിൽ. പ്രൈം മിനിസ്റ്റർ അല്ല, അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ആ പ്രസ്താവന തെറ്റാണ്. നെക്സ്റ്റ് അടുത്തത്, ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ചെയർമാൻ ഓഫ് GST കൗൺസിൽ. അവിടെയും പ്രൈം മിനിസ്റ്റർ ചെയർമാനാന്ന് പറയുന്നത് തെറ്റാണ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ്, അതായത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ഇസ് ദ ചെയർമാൻ ഓഫ് GST കൗൺസിൽ. നോക്കുക, 1, 2, 3 ആകെ 3 ഉള്ളൂ. ഇത് രണ്ടും തെറ്റാണെന്ന് ഉറപ്പിക്കാം. ബാക്കി കൂടി ഞാൻ വായിക്കാം. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ഈസ് ദ chairman of GST council and the members are union ministers of state in charge of finance and revenue and the finance ministers nominated by each state government. അതായത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ചെയർമാനും മറ്റ് സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള മന്ത്രിമാരും സംസ്ഥാനങ്ങളിലെ ധനകാര്യ വകുപ്പ് മന്ത്രിമാരും സംസ്ഥാന നിയമസഭകൾ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾ നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് GST കൗൺസിലിലെ മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഏത് ഓപ്ഷനാണ് ശരി? ഓപ്ഷൻ സി ആണ് ശരി. ഓപ്ഷൻ സി, only 3. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, LD ടൈപ്പിസ്റ്റ് എന്ന എക്സാംസിന് ചോദിക്കുന്ന GK ഭാഗത്ത് നിന്നുള്ള വളരെ വ്യത്യസ്തമായതും ന്യൂജൻ ആയതുമായ ചോദ്യങ്ങളെയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെട്ടത്. അപ്പം ഇത്തരം ചോദ്യങ്ങൾ പരിശീലിച്ച് പഠിച്ചുവെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കൂ? പെർഫോം ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ നിങ്ങളെ അതിന്റെ ഒപ്പം നിങ്ങളെ ജോലി എന്ന സ്വപ്നത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ടൈപ്പിസ്റ്റ് എക്സാം വളരെ അടുത്ത് തന്നെ ഉണ്ടാവും എന്ന കാര്യം നമുക്കറിയാം. അതിന് മുന്നോടിയായി 40 ദിവസത്തെ ഒരു ക്രാഷ് ബാച്ച് നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യുക. മോഡൽ എക്സാംസ്, എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അതാണ് നമ്മൾ ഇപ്പൊ നടത്തിയത്. ഡെയിലി ടോപ്പിക് റിവിഷൻ, ഫുൾ സിലബസ് കവറേജ്, അതായത് 45 ദിവസം കൊണ്ട് കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുന്നു. സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം തുടങ്ങിയ നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ 45 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ജോലി എന്ന നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാനായി കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പമുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ കോൺടാക്ട് ചെയ്യുക. ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയി പഠിച്ച് റാങ്ക് ലിസ്റ്റിന്റെ മുൻനിരയിലെത്തി ജോലി ഉറപ്പിക്കാം. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ. ആർപ്പ് വിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ.